ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 3ാമത്തെ യൂണിറ്റ് ഇൻ ഹാർമണി എന്ന യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റൊക്കെ എടുത്തൊന്ന് റെഡി ആയിക്കുക. നമുക്ക് ഈ യൂണിറ്റ് പഠിക്കാം. നിങ്ങൾ ഈ പേജ് എടുക്കുമ്പം അവിടെ നമുക്കൊരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലേ? എന്തൊക്കെയാണ് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അവിടെ ഒരു ട്രീ ഉണ്ട്. ആ ട്രീയിൽ എന്താണ്? കുറച്ച് ബേർഡ്സ്, ക്രോ ഉണ്ടല്ലേ? ക്രോസ് ഉണ്ട്. ഒരു മദർ ക്രോയെയും കാണാം, കുറച്ച് ബേബി ക്രോസിനെയും നമുക്കതിൽ കാണാം. താഴെ നോക്കിക്കേ, താഴെ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു ഡോഗ് ഉണ്ടല്ലേ? ആ ഡോഗിൻ്റെ കൂടെ ആരാ ഉള്ളത്? കുറേ പപ്പീസ് ഉണ്ടല്ലേ? കുറേ പപ്പീസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിന് താഴെ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. ഹാപ്പിനെസ്, സന്തോഷം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? വാട്ട് യു തിങ്ക്, നമ്മൾ ചിന്തിക്കുന്നത്. വാട്ട് യു സേ, നമ്മൾ പറയുന്നത്. ആൻഡ് വാട്ട് യു ഡു, നമ്മൾ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും ഒരേപോലെ ആയിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. അപ്പോഴാണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഹാപ്പിനെസ്, സന്തോഷം ലഭിക്കുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാ ഗാന്ധിയുടെ വാക്കുകളാണ്. അടുത്ത പേജിലേക്ക് വന്നേ. അവിടെ നമുക്കൊരു പിക്ചർ കളർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പിക്ചർ കാണുന്നുണ്ടോ? അവിടെ കുറച്ച് പേര് ഒളിച്ചിരിപ്പുണ്ട്, ഹിഡൻ ആയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിക്ചർ ഒന്ന് കളർ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് വരാം. ഈ യൂണിറ്റിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതൊരു സ്റ്റോറിയാണ്. ആരെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹെഡിങ് നോക്കിക്കേ, റോക്കി ദ പപ്പി. ആരാണ്? റോക്കി ദ പപ്പി. റോക്കി എന്ന് പറയുന്ന ഒരു പപ്പിയെക്കുറിച്ച്. ഓക്കെ, നമുക്ക് സ്റ്റോറി ആദ്യം ഒന്ന് വായിക്കാം. വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് പറയാം. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. ബീസ് ബസ്റ്റ് അറൗണ്ട് ഹിസ് ഹെഡ്. Please don't irritate me. Rocky closed his eyes. Slowly, he fell asleep. A crow was watching everything. She flew around the bees. Rocky woke up. Don't annoy me, he said. ഓക്കെ, നമുക്കിനി ഒന്നുകൂടെ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് എന്താണ് റോക്കിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലൈൻ എന്താണ്? റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന് പറയുന്ന നമ്മുടെ പട്ടിക്കുട്ടി അല്ലേ? പപ്പി എന്ത് ചെയ്യുകയായിരുന്നു? ഒരു മരത്തിൻ്റെ കീഴിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. അവനൊരു നല്ല ഫുഡൊക്കെ കഴിഞ്ഞിട്ട്, നല്ല രുചികരമായ അല്ലെ സ്വാദിഷ്ടമായ ഒരു മീലൊക്കെ കഴിഞ്ഞ്, ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുകയാണ്? അവനവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ബീസ് ബസ്റ്റ് അറൗണ്ട് ഹിസ് ഹെഡ്. അപ്പോൾ ബീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈച്ചകൾ ഇങ്ങനെ അവൻ്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി പറന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്താ പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക, എന്നെ ശല്യം ചെയ്യരുത്. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. റോക്കി അവൻ്റെ കണ്ണുകൾ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്പ്. അങ്ങനെ പതുക്കെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എ ക്രോ വാസ് വാച്ചിങ് എവ്രിത്തിങ്. ഇതൊക്കെ ആരാ കണ്ടുകൊണ്ടിരുന്നത്? ഒരു ക്രോ, ഒരു കാക്ക കാണുന്നുണ്ടായിരുന്നു. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. അവൾ എന്ത് ചെയ്തു? ആ ബീസിൻ്റെ ചുറ്റും പറന്നു. റോക്കി വോക്ക് അപ്പ്. അപ്പോൾ റോക്കി എഴുന്നേറ്റു. എന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? ഡോണ്ട് അനോയ് മീ, ഹി സെഡ്. എന്നെ ശല്യപ്പെടുത്തരുതേ എന്നാണ് അവൻ പറഞ്ഞത്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ദ ചേസ്. റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്വിറൽ. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. ഹി ചേസ്ഡ് ദ കാറ്റ്. ലീവ് മീ, let me catch the squirrel. The cat hissed at him. By then the squirrel had climbed up a tree. Chill, 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 it mocked the cat. The cat also climbed up. Rocky stood below and looked at the cat. First line നോക്കിക്കേ. Rocky saw a cat chasing a squirrel. ഒരു കാറ്റ് ഒരു സ്ക്യൂറലിനെ ഇട്ട് ചേസ് ചെയ്യുന്നത്, ഓടിക്കുന്നത് ആര് കണ്ടു? റോക്കി കണ്ടു. He thought of having some fun. അവനത് കണ്ടപ്പോൾ ഒരു നല്ല രസകരമായിട്ട് തോന്നി. He chased the cat. അവൻ എന്ത് ചെയ്തു? അവൻ ആ ക്യാറ്റിനെ ചേസ് ചെയ്ത് അതിൻ്റെ പുറകെ പോയി. Leave me, let me catch the squirrel. The cat hissed at him. അപ്പോൾ എന്താ പറഞ്ഞത്? ക്യാറ്റ് എന്താ പറഞ്ഞത്? എന്നെ വിടൂ, ഞാൻ ആ സ്ക്യൂറലിനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞു. By then the squirrel had climbed up a tree.
അപ്പോൾ ആ സമയമായപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ആ സ്ക്യൂറല് മരത്തിലേക്ക് കയറി. ചിൽ 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 ഇറ്റ് മോക്ക് ദ ക്യാറ്റ്. അപ്പം എന്താ സംഭവിച്ചത്? ആ സ്ക്യൂറല് ക്യാറ്റിനെ ചിൽ ചിൽ എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കി കളിയാക്കി. ദ ക്യാറ്റ് ഓൾസോ ക്ലൈംഡ് അപ്പ്. ക്യാറ്റും എന്ത് ചെയ്തു? അതിൻ്റെ പുറകെ മരത്തിലേക്ക് കയറി. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. റോക്കി താഴെ നിന്നുകൊണ്ട് ആ ക്യാറ്റിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെ നോക്കിക്കേ, വാട്ട് വിൽ ദ ക്യാറ്റ് സേ ടു റോക്കി. ഇപ്പം എന്തായിരിക്കും ആ ക്യാറ്റ് റോക്കിയുടെ അടുത്ത് പറയുക? എന്തായിരിക്കും പറയുന്നത്? ഒരുപക്ഷെ ഞാൻ ആ സ്ക്യൂറലിനെ പിടിക്കും, ഐ വിൽ ക്യാച്ച് ദ സ്ക്യൂറൽ എന്നായിരിക്കാം ആ ക്യാറ്റ് പറയുക അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും ഇപ്പോൾ ആ ക്യാറ്റ് റോക്കിയോട് പറയുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അവിടെ ഒന്ന് എഴുതുക. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. നമ്മുടെ ക്രോ ദാ വീണ്ടും വരികയാണ്. ദ കെയറിംഗ് ക്രോ. ദ സ്ക്യൂറൽ ഡിസപ്പിയർഡ് എമംഗ് ദ ലീവ്സ്. ദ ക്യാറ്റ് ലുക്ക്ഡ് ഡൗൺ. ഹി സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. The cat jumped down and escaped. The crow saw it. Her nest was on that tree. Her chicks were in it. She was afraid. She started circling around Rocky. Rocky stood up on his hind legs. First line നോക്കിക്കേ. The squirrel disappeared among the leaves. Squirrel എന്ത് ചെയ്തു? ആ ഇലകൾക്കിടയിൽ അപ്രത്യക്ഷനായി. The cat looked down. പൂച്ച താഴേക്ക് നോക്കി. He saw Rocky trying to climb up the tree. അപ്പോൾ അവൻ എന്താ കണ്ടത്? റോക്കി മരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് പൂച്ച കണ്ടത്. അപ്പോൾ പൂച്ച എന്ത് ചെയ്തു? The cat jumped down and escaped. താഴേക്ക് ചാടി അവിടുന്ന് രക്ഷപ്പെട്ടു. The crow saw it. കാക്ക ഇത് കണ്ടു. Her nest was on that tree. കാരണം എന്താ? ആ കാക്കയുടെ കൂടെ എവിടെയാണ്? ആ മരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാത്രമാണോ? ഹെർ ചിക്സ് വെയർ ഇൻ ഇറ്റ്. അവളുടെ കുഞ്ഞുങ്ങളും അതിലുണ്ടായിരുന്നു. ഷീ വാസ് അഫ്രൈഡ്. അവൾ പേടിച്ചു പോയല്ലേ? ഷീ സ്റ്റാർട്ടഡ് സർക്കിളിങ് അറൗണ്ട് റോക്കി. അപ്പോൾ എന്ത് ചെയ്തു കാക്ക? ആ റോക്കിയുടെ എന്ത് ചെയ്തേ? ഷീ സ്റ്റാർട്ടഡ് സർക്കിളിങ് അറൗണ്ട് റോക്കി. റോക്കിക്ക് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. കണ്ടോ? ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ റോക്കി ദാ ഇങ്ങനെ നിൽക്കുകയാണ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അടുത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവിടെ റോക്കി എന്തായിരിക്കും ആ ക്രോയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് എഴുതാനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും റോക്കി പറഞ്ഞിട്ടുണ്ടാവുക? ഒരുപക്ഷെ എന്നെ വെറുതെ വിടും, ലീവ് മീ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? പ്ലീസ് ലീവ് മീ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും റോക്കി പറഞ്ഞിട്ടുണ്ടാവുക? എന്നിട്ട് അത് നിങ്ങളവിടെ ആ സർക്കിളിൽ എഴുതാം. ഇനി നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ദ ഹംഗ്രി ക്രോ. Rocky walked back. On the way, he got a bone. He sat on the grass and started chewing it. Wah, Manji, whoosh! He closed his eyes in joy. Rocky walked back. റോക്കി അവിടുന്ന് നടന്ന് തിരികെ പോയി. On the way, he got a bone. പോകുന്ന വഴിക്ക് അവൻ എന്ത് കിട്ടി? ഒരു എല്ലും കഷ്ണം കിട്ടി. He sat on the grass and started chewing it. അവൻ ആ പുൽപ്പുറത്തിരുന്നിട്ട് അത് കഴിക്കാനായിട്ട് തുടങ്ങി. വാ മഞ്ചി വൂഷ് ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്. അവന് ഭയങ്കര സന്തോഷമായി. അവനിങ്ങനെ അത് ആസ്വദിച്ച് കഴിക്കുകയാണ് ചെയ്തത്. അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. The crow was observing the scene. She was very hungry. She snatched the bone and flew away. Oh, you naughty crow, Rocky barked. He did not know what to do. He jumped up and down several times. He scratched his head and rolled in the mud. Slowly, he calmed down. The crow was observing the scene. അപ്പോൾ ക്രോ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്താണ് കണ്ടത്? നമ്മുടെ റോക്കിക്കൊരു എല്ലൊരു ബോൺ കിട്ടിയത് ക്രോ കാണുന്നുണ്ടായിരുന്നു. ഷീ വാസ് ഹംഗ്രി. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്തു? ഷീ സ്നാച്ച് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. ആ റോക്കിയുടെ കയ്യിൽ നിന്നും സ്നാച്ച് ചെയ്തു, തട്ടിപ്പറിച്ചു. ആ ബോണ് തട്ടിപ്പറിച്ചുകൊണ്ട് അവൾ പറന്നു പോയി. അപ്പോൾ റോക്കി എന്താ പറഞ്ഞത്? ഓ യു നോട്ടി ക്രോ. റോക്കി ബാക്ക്. റോക്കിക്ക് വളരെ ദേഷ്യം വന്നു. റോക്കി കുരച്ചു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. റോക്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. അവൻ മുകളിലേക്കും താഴേക്കും കുറേ തവണ ചാടി. ഹി സ്ക്രാച്ച് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. അവൻ എന്ത് നിലത്ത് കിടന്ന് ഉരുണ്ടു. സ്ലോലി ഹി കാം ഡൗൺ. പിന്നെ പതുക്കെ അവനൊന്ന് ശാന്തമായി.
അവിടെ നമ്മളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കണ്ടോ? റോക്കി ബാർക്ക്ഡ് aloud ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. വൈ? എന്തുകൊണ്ടായിരിക്കും റോക്കി കുറേ തവണ കുരച്ച് മുകളിലേക്കും താഴേക്കും ചാടിയത്? എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഹി വാസ് ആംഗ്രി. അവന് ദേഷ്യം വന്നല്ലേ, അവന് ദേഷ്യം വന്നു. എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? ദ ക്രോ സ്നാച്ച് ഹിസ് ബോൺ ആൻഡ് ഫ്ലൂ അവേ. ക്രോ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം എടുത്തുകൊണ്ട് പറന്നുപോയല്ലേ, അതുകൊണ്ടാണ് അവന് ദേഷ്യം വന്നത്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. എന്താണ് സംഭവിച്ചത്? ദ ഹെവി റെയിൻ. സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്. ദ വിൻഡ് ഹൗൾഡ്. എ ഹെവി തണ്ടർ ഷുക്ക് ദ ഗ്രൗണ്ട്. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. ഇപ്പം എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്. നല്ല തെളിഞ്ഞ മാനമായിരുന്നു, അത് ഇരുട്ടായി തുടങ്ങി. വിൻഡ് ഹൗൾഡ്. കാറ്റ് മൂളി. എ ഹെവി തണ്ടർ ഷുക്ക് ദ ഗ്രൗണ്ട്. പെട്ടെന്നൊരു വലിയ മിന്നൽ ഉണ്ടായി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. മഴ പെയ്യാനായിട്ട് തുടങ്ങി. ക്രാ ക്രാ ദ ക്രോ കാവ്ഡ് aloud. She saw her nest swaying in the wind. Soon the branch broke and the nest fell down. അപ്പം എന്താ? ദ ക്രോ കാവ്ഡ് aloud. അപ്പോൾ ആ കാക്ക പെട്ടെന്ന് ഉറക്കെ കരഞ്ഞു, ശബ്ദം ഉണ്ടാക്കി. എന്തിനാണ്? ഷീ സോ ഹർ നെസ്റ്റ് സ്വേയിങ് ഇൻ ദ വിൻഡ്. അവളുടെ കൂട് കാറ്റിൽ ഇങ്ങനെ ആടി ഉലയുന്നത് അവൾ കണ്ടു. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. പെട്ടെന്ന് ആ ബ്രാഞ്ച്, ആ ശിഖരം പൊട്ടിയല്ലേ, അത് മുറിഞ്ഞു പോയി. അങ്ങനെ ആ കൂട് താഴേക്ക് വീണു. പിന്നീട് എന്ത് സംഭവിച്ചു കാണും ആ കാക്ക കുഞ്ഞുങ്ങൾക്ക്? ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്. കിയോ കിയോ റോക്കി ഹേർഡ് എ സൗണ്ട്. He saw the chicks lying on the ground. He felt pity for them and walked towards the nest. The chicks were drenched in the rain. Kiyo, kiyo, their cry became louder. They were shivering. Don't worry, dears, Rocky consoled them. അപ്പോൾ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് റോക്കി ഒരു കരച്ചിൽ കേട്ടു. കുഞ്ഞുങ്ങളുടെ കരച്ചിലായിരുന്നു അത്. ഹി സോ ദ ചിക്സ് ലൈങ് ഓൺ ദ ഗ്രൗണ്ട്. ആ നിലത്ത് ആ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് റോക്കി കണ്ടു. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക് ടുവേർഡ്സ് ദ നെസ്റ്റ്. അവൻ അവരോട് കഷ്ടം തോന്നി അല്ലേ, അങ്ങനെ അവൻ എന്ത് ചെയ്തു? അതിൻ്റെ അടുത്തേക്ക് പോയി. ദ ചിക്സ് വെർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നനഞ്ഞ്, വെറ്റായി, നനഞ്ഞു പോയി അല്ലേ, അവർ മഴയത്ത് നനഞ്ഞു പോയി. കിയോ കിയോ ദെർ ക്രൈ ബിക്കേം ലൗഡർ. അവരൊക്കെ കരയാൻ തുടങ്ങി. ദേ വെർ ഷിവറിങ്. അവർ വിറയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവർ മഴ നനയാണല്ലേ, അങ്ങനെ തണുത്ത് വിറയ്ക്കുകയായിരുന്നു. ഡോണ്ട് വറി ഡിയേഴ്സ്, റോക്കി കൺസോൾ ദം. നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് റോക്കി അവരെ ആശ്വസിപ്പിച്ചു. ഹെൽപ്പ് മീ റോക്കി ഹേർഡ് എ ക്രൈ. ഹി ടേൺ ടുവേർഡ്സ് ദ സൗണ്ട്. ഹി സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. അപ്പോൾ വീണ്ടും അടുത്തൊരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ്? ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞൊരു കരച്ചിൽ റോക്കി കേട്ടു. ഹി ടേൺ ടുവേർഡ്സ് ദ സൗണ്ട്. അവൻ ആ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു. ഹി സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു മരത്തിൻ്റെ ഇവരുടെ നെസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ശിഖരമാണ്, ബ്രാഞ്ചാണ് എന്ത് ചെയ്തത്? നിലത്തേക്ക് പതിച്ചത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ആരുണ്ടായിരുന്നു? ആ മദർ ക്രോ ഉണ്ടായിരുന്നു. His heart melted. Rocky tried to move the branch. It was heavy. He pulled it with all his strength. His heart melted. എന്താണ്? അവൻ്റെ മനസ്സലിഞ്ഞു. ഈ കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. റോക്കി ട്രൈഡ് ടു മൂവ് ദ ബ്രാഞ്ച്. റോക്കി എന്ത് ചെയ്തു? ആ ബ്രാഞ്ച് നീക്കാനായിട്ട് ശ്രമിച്ചു. ഇറ്റ് വാസ് ഹെവി. അത് ഭയങ്കര ഹെവി ആയിരുന്നു അല്ലേ, ഭാരമുള്ളതായിരുന്നു. ഹി പുൾഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവൻ്റെ സർവ്വശക്തിയും എടുത്ത് അവനത് വലിച്ചെടുത്തു. ഫൈനലി ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ്. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് walked away. അപ്പോൾ എന്ത് പറ്റി അവസാനം? ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അവൻ ആ ശിഖരം അല്ലെ ബ്രാഞ്ച് നീക്കി ആ ക്രോയെ രക്ഷിക്കാനായിട്ട്, മദർ ക്രോയെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞു. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ്. അപ്പോൾ എന്ത് പറ്റി? ആ മദർ ക്രോയ്ക്ക് ഇത് കണ്ടപ്പോൾ വളരെ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നന്ദിയോടെ അല്ലേ, നന്ദിയോടെ ആ മദർ ക്രോ റോക്കിയെ നോക്കി. ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ് അവേ. റോക്കി എന്താണ്? ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട്
റോക്കി അവിടെ നിന്നും നടന്നു പോയി. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് വുഡ് യു ഡു ഇഫ് യു വെയർ ഇൻ റോക്കീസ് പ്ലേസ്? നിങ്ങളായിരുന്നു റോക്കിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ റോക്കി ചെയ്ത പോലെ ആ മദർ ക്രോയെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കുമോ? അതോ മുമ്പ് എൻ്റെ ബോൺ എടുത്തുകൊണ്ട് പോയതല്ലേ, അല്ലേ എന്നെ ഉപദ്രവിച്ചതല്ലേ, എന്നെ ഇറിറ്റേറ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഹെഡിങ്ങിന് എന്താ പറയുന്നത്? ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ് ആയിട്ടുള്ളവരെ, സഹായിക്കാനില്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹെൽപ്പ് ചെയ്യണം. റോക്കി എന്ത് ചെയ്തു? റോക്കി ഹെൽപ്പ് ചെയ്തു അല്ലേ. ഇത്രയാണ് നമ്മുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിലെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.